എന്തിനാടാ കൊന്നിട്ട്? മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച വില്ലത്തിമാരെ കുറിച്ച് നമുക്ക് നോക്കിയാലോ? നമ്മൾ അനാഥരാണ്, പക്ഷെ ഗുണ്ടകളല്ല. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ മല്ലു തിങ്കരാജ്. 1991 സിദ്ദിഖ് ലാൽ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രമാണ് ഗോഡ് ഫാദർ. കൊണ്ടുപോകും മുതലാളി. ഇത് കടപ്പുറമാണ്. ഇത് കടലിൽ നിന്ന് മീൻമാരണ കയ്യും നാറും. ഇത് ഞാൻ ചന്തി കരുതുന്ന കയ്യാ. നിന്നെ നാട്ടാൻ ഇത് മതി. വലിയ വിജയമായ ഈ ചിത്രം തിരുവനന്തപുരത്ത് ഒരു തിയേറ്ററിൽ 405 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഓടി എന്നുള്ളതാണ് ചരിത്രം. മികച്ച വില്ലത്തിമാരിലെ ആദ്യത്തെ വില്ലത്തി ഗോഡ് ഫാദർ മൂവിയിലെ ആനപ്പാറ അമ്മച്ചി. അങ്ങനെ 500 കുടുംബം തകർന്നു. ഇനി അയാളെ കൂടി ഇല്ലാതെയാക്കണം. അതിനും അയാളുടെ മക്കൾ തന്നെ മതി. പൊട്ടിത്തിരെ പടക്കം പൊട്ടിട്ടെ. 1995 രാജസേനൻ സംവിധാനം ചെയ്ത് ജയറാം പ്രധാന വേഷത്തിലെത്തിയ ചിത്രമാണ് ആദ്യത്തെ കൺമണി. ഈ തേങ്ങ ഉടയുന്ന കഷണങ്ങൾ ഒറ്റ സംഖ്യയാണെങ്കിൽ കുട്ടി ആണ്, ഇരട്ട സംഖ്യയാണെങ്കിൽ പെണ്ണ്. ഈ സിനിമയിലെ ഒരു നെഗറ്റീവ് ക്യാരക്ടർ ആയിരുന്നു മാളവിക. നീ നിന്റെ ഭാര്യ വീട്ടിൽ പോകാറുണ്ടോ? അയ്യേ, അമ്മ എന്താ ഈ പറയണത്? ഞാൻ അവളുടെ വീട്ടിൽ കാലെടുത്ത് കുത്തുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? പെൺകുട്ടികളെ പ്രസവിച്ചാൽ മരുമക്കളെ ദ്രോഹിക്കുന്ന അമ്മായിയമ്മ, ഭർത്താവിനെയും മക്കളെയും വരച്ചവരയിൽ നിർത്തുന്ന ഒരു നെഗറ്റീവ് ക്യാരക്ടർ മാളവിക. ഈ കഥാപാത്രം കൈകാര്യം ചെയ്തത് നമ്മുടെ സ്വന്തം KPC ലളിത ചേച്ചിയായിരുന്നു. മോട്ടിച്ചിട്ടിട്ട് ന്യായം പറയുന്നത് കേട്ടില്ലേ? ഈ നാശത്തിന് എന്നെന്റെ തലയെ കെട്ടിവെച്ചോ അന്ന് തുടങ്ങിയതാ എന്റെ ദുരിതം. 4 നേരം വെട്ടി വിഴുങ്ങാനും കട്ടുമുടിക്കാനും അല്ലാതെ എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടോ ഈ കുടുംബത്ത്? അങ്ങനെ പറഞ്ഞു കൊറടി. നാണോ മാനോ ഇല്ലാത്ത വൃത്തികെട്ട ജന്തു. 2003 സിദ്ദിഖ് സംവിധാനം ചെയ്ത് മമ്മൂട്ടി പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ചിത്രമായിരുന്നു ക്രോണിക് ബാച്ചിലർ. എന്താ ദേഹത്ത് കാക്ക തൂറിയതാ. ഇത്രയോ? കാക്കയ്ക്ക് വയറിളക്കായിരുന്നു. രൂപശമ്പളത്തിന് പിടിച്ചോളാൻ പറഞ്ഞില്ലേ? പിന്നെ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കുന്നത് തന്നെ? മമ്മൂട്ടിയുടെ അച്ഛനുള്ള അടങ്ങാത്ത പക കാരണം മമ്മൂട്ടിയെ പ്രേമിച്ച് ചതിച്ച മുതൽ ഭവാനി. എന്നാൽ അറിഞ്ഞോളൂ, അച്ഛൻ ഒറ്റയ്ക്കല്ല, ഈ ഞാനും കൂടി ചേർന്നിട്ടാ നിങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത്. ഈ കഥാപാത്രം കൈകാര്യം ചെയ്തത് നമ്മുടെ ഇന്ദ്രജയായിരുന്നു. എന്ത് ഭ്രാന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്? നിങ്ങൾ ആരാ? എന്തിനാ അവളെ അടിക്കുന്നത്? അത് ചോദിക്കാൻ നിങ്ങൾക്ക് എന്താ അവകാശം? എന്റെ അനുജത്തിയെ ഞാൻ അടിക്കും കൊല്ലും. അത് ചോദിക്കാനും തടുക്കാനും നിങ്ങൾ ആരാ ഇവിടെ? പ്രേമിക്കാനും കൂടെ ആടിപ്പാടാനും വേറെ ആരും കിട്ടിയില്ലല്ലേ? എന്റെ അനിയത്തി തന്നെ വേണമല്ലേ അതിന്? നിർത്തിക്കോ, സകലതും ഇവിടെ ഈ നിമിഷം നിർത്തിക്കോ. ഇല്ലെങ്കിൽ ഈ ഭവൻ ആരാണെന്ന് നിങ്ങൾ അറിയും. 2018 സുഗീർ സംവിധാനം ചെയ്ത് കുഞ്ചകോവൻ പ്രധാന കഥാപാത്രത്തിലെത്തിയ ഒരു ചിത്രമായിരുന്നു ശിക്കാരി ശംഭു. രൂപ വിലയുള്ള തേവരെ ഉപേക്ഷിച്ചാൽ തേവര് കോപിക്കില്ലേ? 5 ലക്ഷം വേണോ 5 കോടി വേണോ? 5 കോടി 5 ലക്ഷം. ഒരു ട്വിസ്റ്റിലൂടെ വില്ലത്തിയായി മാറുന്ന ശിവത. കഥയുടെ അവസാനം ക്യാരക്ടർ പോസിറ്റീവായി മാറുമെങ്കിലും നെഗറ്റീവ് ഷെയ്ഡുള്ള ഭാഗങ്ങൾ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. 2022 നിസാം ബഷീർ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രമായിരുന്നു റോഷാക്ക്. അവസാനം നീ വന്നല്ലടാ. ഇതിനു വേണ്ടിയടാ ഞാൻ ഇത്രയും നാളെ കടന്ന് കഷ്ടപ്പെട്ടത്. ഈ സിനിമയിലെ ശക്തമായ വില്ലത്തി കഥാപാത്രം ചെയ്ത ബിന്ദു പണിക്കരെ നമുക്ക് മറക്കാൻ പറ്റില്ല. ഒരിക്കൽ മരിക്കാൻ തീരുമാനിച്ചു. പിന്നെ ഒരു ധൈര്യം സാർ. അവൻ തെറ്റ് ചെയ്തോടും. അവനെ തൊടാൻ ഒരാളെ സമ്മതിക്കില്ല സാർ. പൊറുക്കണം. 2022 ഷാജി കായല സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രമാണ് കാപ്പ. കേട്ടിട്ട് വെച്ചേക്കണ ഒരു പഴയ കണക്കൂസുണ്ട് എനിക്ക്. അതിന് തുറക്കണ ആരാണെങ്കിലും അടയ്ക്കണം അത് തന്നെ ആയിരിക്കും. പൃഥ്വിരാജ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൽ അന്നബെന്നായിരുന്നു വില്ലത്തിയായി എത്തിയത്. അതിന് നിങ്ങൾ വീണവരല്ലേ കണ്ടിട്ടുള്ളൂ, വാണവരെ കണ്ടിട്ടില്ലല്ലോ. അതിന് കാണാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ വരും, അധികം വൈകാതെ തന്നെ. വരാതിരിക്കാൻ പറ്റില്ലല്ലോ. അന്നാബെന്നിന്റെ വില്ലത്തരം സോഷ്യൽ മീഡിയകളിൽ ട്രോളായി മാറിയെങ്കിലും അന്നാബെൻ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. തുടക്കക്കാരൻ എന്ന നിലയ്ക്ക് നിങ്ങളുടെ ഇവരുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്. സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.